ഹലോ ഫ്രണ്ട്സ്, ഇന്ന് ഐക്കയിൽ നമ്മൾ പോകുന്നൊരു വീഡിയോ ആണ് കേട്ടോ. ഐക്കയിൽ പോകുന്ന ഒരുപാട് വീഡിയോസ് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ഇത് ബാംഗ്ലൂരാണ് ലൊക്കേഷൻ. അപ്പോൾ ഐക്കയിൽ നമുക്ക് വീട്ടിലേക്ക് ആവശ്യമുള്ള എല്ലാ സാധനങ്ങളും കിട്ടും. ഫർണിച്ചേഴ്സ് മാത്രമല്ല, നമുക്ക് കിച്ചണിലേക്കും എന്താവശ്യത്തിന് സ്റ്റോറേജിലേക്കൊക്കെ ആവശ്യത്തിനുള്ള സാധനങ്ങൾ കിട്ടും. അപ്പോൾ അതൊന്നുമല്ല എൻ്റെ ഒരു വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്. അവിടെ കുറേ ഡിസ്പ്ലേ യൂണിറ്റ്സ് ഉണ്ട്. ചെറിയ ചെറിയ അപ്പാർട്ട്മെൻറ്റ് പോലെ അവർ സെറ്റ് ചെയ്തിട്ട് അവരെല്ലാം അവരുടെ ഐറ്റംസ് വെച്ച് ഡെക്കറേറ്റ് ചെയ്തെടുത്തേക്കുന്നത്. ഇത് അങ്ങനെ ഒരു അപ്പാർട്ട്മെൻറ്റ് പോലെ അവർ സെറ്റ് ചെയ്തേക്കുന്നതാണ്. അപ്പോൾ ഇതുപോലെ ഓരോ അപ്പാർട്ട്മെൻറ്റ്സ് ആയിരിക്കും ഞാൻ ഓരോന്നായിട്ട് ഓരോ വീഡിയോസിലിടാം. അപ്പോൾ നിങ്ങൾക്ക് ഇൻറ്റീരിയേഴ്സ് ചെയ്യുമ്പോൾ ചെറിയ അപ്പാർട്ട്മെൻറ്റ്സ് ആണെങ്കിൽ കൂടിയും വളരെ എളുപ്പത്തിൽ അത് ഡെക്കറേറ്റീവായിട്ട് ചെയ്യാനായിട്ടുള്ള ടിപ്സും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് കിട്ടും. അപ്പോൾ നമ്മൾ കയറി വന്നപ്പോൾ സോഫയും കാര്യങ്ങളൊക്കെ കണ്ട് ചെറിയൊരു ടി വി യൂണിറ്റാണ് കേട്ടോ. താഴെ ഒരു സിമ്പിളായിട്ടൊരു ടി വി യൂണിറ്റ്, മുകളിലൊരു പ്ലാങ്ക് കൊടുത്ത് കുറച്ച് ഡെക്കറേഷൻസ്. നമ്മുടെ ഡൈനിങ് ഏരിയയിലേക്ക് പോവാണ്. ഡൈനിങ് ഏരിയയിൽ ടേബിളിൻ്റെ പ്രൈസ് ഇവിടെ കൊടുത്തിട്ടുണ്ട് 32,000. അതല്ലാണ്ട് വെച്ചേക്കുന്ന ഡെക്കറേറ്റീവ് ഐറ്റംസ് എല്ലാം നമുക്ക് ഐക്കയിൽ തന്നെ വാങ്ങാൻ കിട്ടും. പിന്നെ അതിൻ്റെ രണ്ട് സൈഡിലായിട്ട് സ്റ്റോറേജ് കൊടുത്തിട്ടുണ്ട്. നടുക്കിലത് ഈ വോൾ കണ്ടില്ലേ, കുറച്ച് ഹൈലൈറ്റ് ചെയ്തിട്ട് ഫോട്ടോ ഫ്രെയിംസ് വെച്ച് അതും ഡെക്കറേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. സൈഡിലായിട്ട് ഒന്ന് വലിപ്പം തോന്നാൻ മിററും, അതുപോലെ മാക്സിമം സ്റ്റോറേജ് സ്പേസ് ക്രോക്കറിക്ക് വേണ്ടിയിട്ടും ബുക്ക് ഷെൽഫിന് വേണ്ടിയിട്ടുമൊക്കെ മാക്സിമം നമുക്ക് ചെറിയൊരു അപ്പാർട്ട്മെൻ്റ് ആണെങ്കിൽ കൂടിയും നമുക്ക് ഹാളിൽ തന്നെ മാക്സിമം സ്റ്റോറേജ് നമുക്ക് കിട്ടുന്നുണ്ട്. ഇനി കിച്ചണിലേക്ക് വരികയാണ്. കിച്ചണിലേക്ക് വരുമ്പോൾ ഐക്കയിൽ ഞാൻ പൊതുവേ കണ്ടത് മിഡിൽ യൂണിറ്റ്, ടോപ്പ് യൂണിറ്റ് ഒന്നും ഇല്ല, ക്യാബിനറ്റ്സ് ഒന്നും ഇല്ല. ബോട്ടം യൂണിറ്റും ടോൾ യൂണിറ്റ്സാണ് അവർ മാക്സിമം കിച്ചണിൽ ഉൾപ്പെടുത്തിയേക്കുന്നത്. അതിൻ്റെ തന്നെ ആവശ്യമുള്ളൂ എന്നാണ് എനിക്കത് കണ്ടപ്പോൾ തോന്നിയത്. അതുപോലെ യൂട്ടിലിറ്റി സ്പേസിൽ അവർ അത്യാവശ്യം ക്യാബിനറ്റ്സും അതുപോലെ ഒരു വാഷിംഗ് ഏരിയയും കൊടുത്തിട്ടുണ്ട്. നമുക്ക് ഹാൻഡ് വാഷ് ക്ലോത്ത്സ് വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാനായിട്ട്. അതുപോലെ ക്ലോത്ത് ഹാങ്ങേഴ്സ് കുറേ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ നമുക്ക് യൂസ്ഫുൾ ആണ് കേട്ടോ. ഇവിടെ തന്നെ നമുക്ക് അയണിങ് ടേബിളും വേണമെങ്കിൽ പ്രൊവൈഡ് ചെയ്യാം. അപ്പോൾ നമുക്ക് നമ്മുടെ അപ്പാർട്ട്മെൻറ്റിൽ അങ്ങനെ ഒരു സെക്ഷൻ അതിന് വേണ്ടി മാറ്റി വയ്ക്കുകയാണെങ്കിൽ നല്ലതായിരിക്കും. ഇനി നമുക്ക് ഇവിടുത്തെ ബോട്ടം യൂണിറ്റ്സിൻ്റെ ക്യാബിനറ്റ്സൊക്കെ ഒന്ന് തുറന്ന് കാണാം. ചിലത് അവർ ലോക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. മേ ബി പിള്ളേരൊക്കെ വലിച്ച് ചീത്തയാക്കിയിട്ടായിരിക്കാം. അപ്പോൾ ഇതാ ഇവിടെ വേസ്റ്റ് ബാസ്ക്കറ്റിൻ്റെ സെക്ഷനും പിന്നെ നമുക്ക് ക്ലീനിങ്ങിന് ആവശ്യമായിട്ടുള്ള കുറച്ച് ഇതും 2 ഡ്രോവറിലായിട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ ഓരോ നമുക്ക് ക്യാബിനറ്റ്സ് അടക്കം നമുക്ക് ഐക്കയിൽ നിന്ന് വാങ്ങാൻ കിട്ടും. ഇത് ഇൻബിൽറ്റ് ആയിട്ടുള്ള ഡിഷ് വാഷറാണ്. പിന്നെ ഇവിടെ നമുക്ക് കട്ട്ലറി അതുപോലെ ടാൻഡം യൂണിറ്റ്സ് ആണ് കൊടുത്തേക്കുന്നത്. ഇതിൻ്റെ ഉള്ളിൽ ചെറിയ ചെറിയ വുഡൻ ട്രേസ് ആണ് കൊടുത്തേക്കുന്നത്. വുഡൻ ട്രേസ് സെപ്പറേറ്റ് ആയിട്ട് നമുക്ക് ഐക്കയിൽ നിന്ന് വാങ്ങാൻ കിട്ടുന്നതാണ് കേട്ടോ. ടാൻഡം ബോക്സിലും അവരത് കൊടുത്തിട്ടുണ്ട്. ഓരോന്നും സെപ്പറേറ്റ് ആയിട്ട് നമുക്ക് വെക്കാനായിട്ട്. അപ്പോൾ ഇങ്ങനത്തെ സാധനങ്ങൾ നമുക്ക് പാത്രങ്ങളൊക്കെ കുറച്ചും കൂടി അറേഞ്ച് ചെയ്ത് വെക്കാനായിട്ട് ഹെൽപ്ഫുള്ളായിരിക്കും കേട്ടോ. പിന്നെ ഇത് വെറുതെ ഒരു ഓപ്പൺ ക്യാബിനറ്റാണ്. നമുക്ക് ഗ്യാസൊക്കെ വെക്കാനുള്ളൊരു ഓപ്പൺ ക്യാബിനറ്റ്. പിന്നെ കൊടുത്തേക്കുന്നത് ടോൾ യൂണിറ്റ്സ് ആണ്. ഈ ടോൾ യൂണിറ്റ്സിൽ തന്നെ ഒരുവിധം എല്ലാ സാധനങ്ങളും കൊടുത്തിട്ടുണ്ട്. അപ്പം നമുക്ക് ടോപ്പ് ക്യാബിനറ്റ്സിൻ്റെ ആവശ്യം തന്നെ വരുന്നില്ല. പിന്നെ ഇതാ ഈ ഒരു സംഭവം ഇൻട്രസ്റ്റിംഗ് ആയിട്ട് എനിക്ക് തോന്നി. നമുക്ക് കവേഴ്സും പെട്ടെന്ന് കുറച്ച് ഗ്രോസറീസൊക്കെ വാങ്ങിയാലും ഇട്ട് തൂക്കിയിടാനായിട്ടൊരു ഹുക്ക് കൊടുക്കുന്നത് നല്ലതായിരിക്കും. പിന്നെ ഇവിടെ ടോൾ ക്യാബിനറ്റ്, സാധാരണ ക്യാബിനറ്റായിട്ട്, ടോൾ യൂണിറ്റായിട്ടൊന്നുമല്ല, സാധാ ക്യാബിനറ്റായിട്ട് ഇതിൻ്റെ ആവശ്യമുള്ളൂ. ടോൾ യൂണിറ്റ് നമ്മൾ സ്പെഷ്യലൈസ് ചെയ്ത് പൈസ കളയേണ്ട ആവശ്യമില്ല എന്നാണ് എൻ്റെ പേഴ്സണൽ ഒപ്പീനിയൻ. നിങ്ങളുടെ ഒപ്പീനിയൻ എന്താണെന്ന് കമൻറ്റ് സെക്ഷനിൽ പറയാം കേട്ടോ. അപ്പോൾ ഇങ്ങനെ ഒരു ലോങ് ആയിട്ടുള്ള ഒരു സ്റ്റോറേജ് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഈ ലൈറ്റ് എനിക്ക് നല്ല ഇഷ്ടമായി. ഞാൻ നോക്കി വെച്ചിട്ടുണ്ട്. ഇതിൻ്റെ പ്രൈസ് ഏകദേശം നിയർലി 4,000 വരുന്നുണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ ഫസ്റ്റത്തെ അപ്പാർട്ട്മെൻറ്റിൻ്റെ അറേഞ്ച് ചെയ്തേക്കുന്നത്. നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് കരുതുന്നു. അപ്പോൾ ഇനി നെക്സ്റ്റ് വീഡിയോയിൽ കാണാം കേട്ടോ.